താമസിക്കുന്നത് അവിടെ ചേർക്കാമല്ലോ, അങ്ങനെയുണ്ടല്ലോ. പക്ഷേ എവിടെയാണോ നമ്മൾ നേരത്തെ വോട്ടുണ്ടായിരുന്നത് അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റണം. അത് പലപ്പോഴും ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട് അങ്ങനെ തന്നെ കിടക്കാറുമുണ്ട്. എത്രയോ ആളുകളെ അന്വേഷിച്ചാൽ ഇരട്ട വോട്ടുണ്ട്. എന്റെ പൊന്നു മഞ്ജുഷ, 6 മാസമെങ്കിലും ഒരു വീട്ടിൽ താമസിക്കണ്ടേ? 6 മാസമെങ്കിലും മഞ്ജുഷിന്റെ വീട്ടിൽ മഞ്ജുഷ് 6 മാസമെങ്കിലും സ്ഥിരതാമസമുണ്ട് എന്ന് മഞ്ജുഷ് കൊടുക്കുന്ന സെൽഫ് ഡിക്ലറേഷൻ സത്യവാങ്മൂലം, കൂടാതെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ആളവിടെ താമസമാണ് തെളിയിക്കുന്ന രേഖ, 6 മാസമെങ്കിലും മിനിമം അത് വേണ്ടേ? അതില്ലാതെ 6 മാസം താമസിക്കാത്ത ഞങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന രേഖാമൂലം കൊടുത്തുള്ള പരാതി എന്താ? സുരേഷ് ഗോപി തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ മുക്കാട്ടുകരയിലുള്ള 115 നമ്പർ ബൂത്തിലെ ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥലത്ത് സുരേഷ് ഗോപി തുടർച്ചയായി 6 മാസം താമസിച്ചിട്ടില്ല. സുരേഷ് ഗോപി രാജ്യസഭാ മെമ്പറായിരിക്കുമ്പോൾ തൃശ്ശൂർ വരുമ്പോൾ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ്. സതീഷ് മേനോൻ എന്ന് പറയുന്ന സുഹൃത്തിന്റെ വീട് ഉൾപ്പെടെയുള്ള പല സുഹൃത്തുക്കളുടെ വീട്ടിലാണ് വന്ന് വല്ലപ്പോഴും വരുമ്പോൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ താമസിച്ചു പോയിരുന്നത്. ഈ വീട്ടിൽ 6 മാസം ഇന്ന സ്ഥലത്ത് 6 മാസം സ്ഥിരതാമസമുണ്ടോ, ഡിക്ലറേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ എല്ലാത്ത സുരേഷ് ഗോപിയും മാനേജറിനെയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 11 പേരുടെ വോട്ട് ചേർത്തത് മാത്രമല്ല, നേരത്തെ ഞങ്ങൾ എഴുതി കൊടുത്ത പരാതിയിലുള്ളത് ഇതുപോലെ ഇവിടെ താമസിക്കാത്ത ആളുകൾ അന്യ സ്ഥലത്ത് വോട്ടുള്ള, അതായത് വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും കുന്നംകുളത്തും ഒക്കെ വോട്ടുള്ള ആളുകളെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചേർത്തിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ രേഖാമൂലം. അതാണെങ്കിൽ രണ്ടിടത്തും വോട്ടുണ്ടെങ്കിൽ ശരിയാണ്, അത് താങ്കൾ പറഞ്ഞതുപോലെ അത് പ്രശ്നമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ളവർ പോലും ഉണ്ടല്ലോ. ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ ഉടുമ്പൻചോലയിൽ ആ വിഷയം ഉന്നയിച്ചു, തിരിഞ്ഞു നോക്കിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവസാനം എന്തായി? സേനാപതി വേണു തോറ്റുപോയി. എം എം മണി അന്ന് ആദ്യം എം എം മണി നിയമസഭയിലെത്തിയ കാര്യമാണ് പറഞ്ഞത്. അതിപ്പോൾ ഇത് കേരളത്തിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് തൃശ്ശൂരിൽ മാത്രമല്ലല്ലോ, അല്ലെ? എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്, ഇല്ലേ പ്രതാപൻ? ഇത് വ്യാപകമായി നടന്നത് മഞ്ജുഷ തൃശ്ശൂരാ. പ്ലാൻഡ് ഇതൊരു കൃത്യമായും ഒരു തിരക്കഥ പോലെ എഴുതിയുണ്ടാക്കി, ഗുജറാത്തിൽ പണ്ട് ചെയ്തതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി, ആളുകളെ പുറത്തു നിന്നും RSSും സംഘപരിവാർ സംഘടനകൾ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പ്രത്യേകമായും പണം കൊടുത്ത് അവർ ഇവിടെ ക്യാമ്പ് ചെയ്യിച്ച്, അതാണ് പൊന്നാനിക്കാരനായ BJP-യുടെ ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ 1.5 കൊല്ലമായി തൃശ്ശൂർ ഈ പ്രവർത്തനം നടത്താണ്. അതേപോലെ തന്നെ സംഘത്തിന്റെ RSSന്റെ പ്രചാരകരായിട്ടുള്ള സഹപ്രചാരകരായിട്ടുള്ള പല ആളുകളെയും ഇവിടെ കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് മറ്റ് സ്ഥലത്ത് വോട്ടർ പട്ടിക കൊണ്ടുവന്ന് ആ പല ഫ്ളാറ്റുകളിൽ, ഇന്നലെ ഒരു സഹോദരി തൃശ്ശൂർ മാധ്യമങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ഫ്ലാറ്റിൽ നമ്പറിൽ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് നമ്പറിൽ 6 വോട്ട് വന്നിരിക്കുന്നു. ഞാൻ കൊല്ലങ്ങളായി ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത്, എന്റെ ഫ്ലാറ്റ് നമ്പറാണ് വന്നിരിക്കുന്നത്. എത്രമാത്രം പ്ലാൻഡ് ആണെന്ന് ആലോചിച്ച് നോക്കുന്നത്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഒരു 1, 2, 3, 4 ആൾ വോട്ട് ചേർത്തിയതല്ല, വെൽ ടു ഡു പ്ലാൻഡായി ചെയ്തിരിക്കുകയാണ്. പ്ലാൻ ചെയ്താണ് തൃശ്ശൂര്. അപ്പോൾ ഇതിന് BLOമാരുടെ സഹായവും കിട്ടിയിട്ടുണ്ട്, അല്ലേ? ഒന്നുകിൽ BLOമാരുടെ സഹായം, BLOമാരുടെ ഇല്ലാതെ, കാരണം ഈ ആദ്യം വോട്ടർ പട്ടിക ഇറങ്ങുമ്പോ കരട് വോട്ടർ പട്ടിക ഇറങ്ങും. കരട് വോട്ടർ പട്ടിക നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തരും. നമ്മളത് നമ്മുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികൾക്കും കൊടുക്കും. CPM, LDF, UDF, BJP ഒക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ ആ കരട് വോട്ടർ പട്ടിക പഠിക്കും. അതിൽ ആ വാർഡിൽ ബൂത്തിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒബ്ജക്ഷൻ റേസ് ചെയ്യും. കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ് ആ ഒബ്ജക്ഷനും ഈ ഇൻക്ലൂഷനും കഴിഞ്ഞിട്ടാണ് ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്തത്. ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ ആളുകളെ കാണുന്നത്, ഇവിടെ ഇല്ലാത്തവരെ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ പരാതിയുമായി പോകുന്നത്. അപ്പൊ ഒന്നുകിൽ BLO അറിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കളക്ടർ, കാരണം ജില്ലാ കളക്ടർ ഞാൻ നേരിട്ട് പോയി കണ്ട ആളാ. തൃശ്ശൂർ MP, അന്നത്തെ സിറ്റിംഗ് MP എന്ന നിലയിലും ഇലക്ഷൻ കമ്മിറ്റി UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നേരിട്ട് പരാതി കൊടുത്ത് തൃശ്ശൂർ കളക്ടറേറ്റിൽ പോയി കളക്ടർ നേരിട്ട് കണ്ടു. കളക്ടർ പറയുന്നത് ഈ വോട്ടർ പട്ടിക പേര് വന്നുപോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആ കളക്ടർ ഇലക്ഷൻ കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ അയാള് ആന്ധ്രയിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടുന്ന് ഡെപ്യൂഷൻ തിരിച്ചുപോയി. ആള് മലയാളിയായിരുന്നില്ല. അപ്പൊ വേണമെങ്കിൽ BLOനെ പോലും ബൈപ്പാസ് ചെയ്ത് ജില്ലാ കളക്ടർ വോട്ട് അപ്രൂവ് ചെയ്യാം. അതായത് ആറ്റിങ്ങലിൽ നിങ്ങൾക്ക് വിജയകരമായിട്ട് ആ വോട്ടർ പട്ടിക ശുദ്ധീകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു, പക്ഷേ തൃശ്ശൂരിൽ അത് കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു എന്ന്, അല്ലേ? ഒരു സംശയം വേണ്ട. തൃശ്ശൂർ UDFും LDFും പരാതി കൊടുത്തിരുന്നു. തൃശ്ശൂർ UDFിന് വേണ്ടി ഞാനും LDFിന് വേണ്ടി മുൻ മന്ത്രി KP രാജേന്ദ്രനും രേഖാമൂലം പരാതി കൊടുത്തിരുന്നു. ഞങ്ങൾ പരാതി കൊടുത്ത പ്രകാരം തൃശ്ശൂർ ജില്ലാ കളക്ടർ ആറ്റിങ്ങൽ ചെയ്ത പോലെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിരുന്നുവെങ്കിൽ, സത്യസന്ധമായി ചെയ്തിരുന്നുവെങ്കിൽ തൃശ്ശൂരിലെ ഇലക്ഷൻ ഫലം മറിച്ചൊന്നാകുമായിരുന്നു. ശരി, ഇപ്പോൾ